കാനറ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗിക്കുന്നവർക്ക് നെറ്റ് ബാങ്കിംഗ് സൈനപ്പ് ചെയ്യാൻ, അതായത് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ യൂസർ ഐ ഡി ലോക്കായിട്ടുണ്ടാവും, ചില സാഹചര്യങ്ങളിൽ ലോക്കായിട്ടുണ്ടാവും. ഇത്തരത്തിൽ യൂസർ ഐ ഡി ലോക്കായാൽ എങ്ങനെ അൺലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്തിട്ട് വീണ്ടും നെറ്റ് ബാങ്കിംഗ് ഉപയോഗിക്കാം, അതിനുവേണ്ടി എങ്ങനെയാണ് യൂസർ ഐ ഡി അൺലോക്ക് ചെയ്യുന്നത് എന്നാണ്. ആദ്യമായി നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലുള്ള സെർച്ച് ബാറിൽ നമ്മൾ കാനറ ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കാനറ ബാങ്ക് നെറ്റ് ബാങ്കിങ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. നമുക്കിവിടെ കാണാം, ഫസ്റ്റ് തന്നെ കാനറ ബാങ്ക് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ നെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞും രണ്ട് ഓപ്ഷൻ കാണാം. ഇതിലേതിൽ വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ കാനറ ബാങ്ക് എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സെർച്ച് കൊടുക്കുക. കാനറ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായിരിക്കും ഇത് ഓപ്പൺ ആവുന്നത്. ഇവിടെ നമുക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴേക്ക് വരാം. ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാനറ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ നെറ്റ് ബാങ്കിങ് റീറ്റെയിൽ ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. രണ്ടാമത്തെ ഓപ്ഷനായ നെറ്റ് ബാങ്കിങ് റീറ്റെയിൽ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ നെറ്റ് ബാങ്കിങ് യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുന്നത്. അതിന് താഴെയായിട്ട് സൈനപ്പിന് താഴെ അൺലോക്ക് യൂസർ ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ തുറന്നു വരും. ഇവിടെ കാനറ ബാങ്കിൻ്റെ യൂസർ ഐ ഡി, അതായത് നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നതിനുള്ള യൂസർ ഐ ഡി നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യൂസർ ഐ ഡി അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കാനറ ബാങ്കിൻ്റെ ഒരു ഇമെയിൽ കിട്ടിയിട്ടുണ്ടാവും. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഒരു വെൽക്കം കിറ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാവും. അതിൽ കാണും നിങ്ങളുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ഐ ഡി. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കൊടുക്കുക. ഈ രീതിയിലായിരിക്കും കൊടുക്കേണ്ടത്, അതായത് മാസം, ഡേറ്റ്, വർഷം. അതിനുശേഷം റീറ്റെയിൽ യൂസറാണോ കോർപ്പറേറ്റ് യൂസറാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ റീറ്റെയിൽ, അതായത് ഇൻഡിവിജ്വലായിട്ടുള്ള അക്കൗണ്ട് ആയതുകൊണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ആയതുകൊണ്ട് സേവിങ്സ് അക്കൗണ്ട് അങ്ങനെ കൊടുത്തു. അതിനുശേഷം അൺലോക്ക് ചെയ്യുന്നതിന് ആധാർ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ആധാർ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് നമ്പർ, കാനറ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാനറ ബാങ്കിൻ്റെ പാസ്ബുക്കിൽ അക്കൗണ്ട് നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ലഭിച്ചിട്ടുണ്ടാവും. ഇമെയിലിൽ വെൽക്കം കിറ്റിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അവിടെ കാണും. അതുപോലെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അൺലോക്ക് യൂസർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് യൂസർ ഐ ഡി അൺലോക്ക് ചെയ്യുന്നതിനാണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തിരുത്തണമെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ മലയാളത്തിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം സമർപ്പിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഓൺ ടൈം പാസ്വേഡ് കാനറ ബാങ്കിൽ നിന്ന് വരുന്നതായിരിക്കും. ആ ഓൺ ടൈം പാസ്വേഡ് നമ്മൾ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള കോളത്തിലും അതേ ഓൺ ടൈം പാസ്വേഡ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാം, വിജയകരമായി നിങ്ങളുടെ യൂസർ ഐ ഡി അൺലോക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സക്സസ്ഫുൾ യുവർ അൺലോക്ക് യൂസർ ഐ ഡി എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് അക്കൗണ്ട് നെറ്റ് ബാങ്കിങ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്.